ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 24-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേരളവും കേന്ദ്രവും തർക്കം തുടരുന്നു. ബജറ്റിന് പുറമെ 120 കോടി അധികം നൽകിയെന്ന കേന്ദ്രവാദത്തെ സംസ്ഥാന സർക്കാർ തള്ളി. സർക്കാരിനെതിരെ സമരം കടുപ്പിച്ചിരിക്കുകയാണ് ആശാവർക്കർമാർ. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, സമരം 24-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്ത് കേന്ദ്രവും സംസ്ഥാനവും രണ്ട് സർക്കാരുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയാണ് ഫണ്ടിൻ്റെ പേരിൽ. എങ്ങനെയാണ് ഈ ഒരു സമരത്തിൽ ഈ ആശാ വർക്കർമാർക്കിനി നീതി ലഭിക്കാൻ പോകുന്നത്? തീർച്ചയായും കാളിദാസ്, ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു വശത്ത് പ്രതിഷേധം ശക്തമാക്കുമ്പോൾ, സർക്കാരിനെതിരെ സമരവും പ്രതിഷേധവും അടക്കം ശക്തമാക്കുമ്പോൾ, മറുവശത്ത് കേന്ദ്ര വിഹിതത്തെ ചൊല്ലി സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആശാ വർക്കർമാരോട് അവഗണന കാണിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒരു കത്തയച്ചിരുന്നു. ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തതിനാൽ 2023-24 വർഷത്തെ സാമ്പത്തിക വിഹിതം നൽകാനാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രം സംസ്ഥാനത്തിന് കത്തയച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ ജോയിന്റ് സെക്രട്ടറിയാണ് കേരളത്തിന് കത്തയച്ചത്. ആശാ വർക്കർമാരോട് ഒരു തരത്തിലുമുള്ള അവഗണന കാട്ടിയിട്ടില്ല. കൂടാതെ തന്നെ ബജറ്റിന് പുറമെ അധികം 120 കോടി രൂപ ആശാ വർക്കർമാർക്ക് കേന്ദ്രം അനുവദിച്ചിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേരളത്തിലെ കത്തയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കേരള സർക്കാർ രംഗത്ത് വരുന്നത്. അതിൽ പ്രധാനമായും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം, അതായത് ഈ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് ലഭിക്കാനുള്ളത് 636.88 കോടി രൂപയാണ്. അത് കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ല. കൂടാതെ തന്നെ കേന്ദ്ര പദ്ധതികൾ പലതും സംസ്ഥാന സർക്കാരിന്റെ പണം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രംഗത്ത് വരുന്നത്. ആശാ വർക്കർമാരോട് അവഗണന തന്നെയാണ് കേന്ദ്ര സർക്കാർ കാട്ടുന്നത് എന്ന് തന്നെയാണ് കേരളം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഒരു വശത്താണെങ്കിൽ സംസ്ഥാന സർക്കാർ അടക്കം തന്നെ ഈ ആശാ വർക്കർമാരടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഈ സർക്കാരിനെതിരെ. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ നിയമസഭയിലേക്ക് അടക്കം ഒരു മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള ആശാ വർക്കർമാരായിരുന്നു ഈ മാർച്ചിലടക്കം പങ്കാളിയായിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സെക്രട്ടേറിയറ്റിൽ നിന്നും നിയമസഭയിലേക്കായിരുന്നു അന്ന് മാർച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാരടക്കം ഈ മാർച്ചിൽ പങ്കാളിയായിട്ടുണ്ടായിരുന്നു. ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഈ ഒരു സമരം പൊളിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആശാ വർക്കർമാരുടെ സമരത്തെ പൊളിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ, മറുവശത്ത് ആശാ വർക്കർമാർ കൂടുതൽ ആശാവർക്കർമാരുടെ സമരം 24-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു തർക്കത്തിലേർപ്പെട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അങ്ങനെ തുടരുന്നത്. വിനയുണ്ട് നമ്മളോടൊപ്പം. വിനയ, ഇപ്പോൾ ഈ ഒരു തർക്കം ഏറ്റവും അധികം വളമാകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമരം ഇങ്ങനെ തുടരുന്നത് വലിയ രീതിയിലൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായും കാളിദാസ്, എന്തായാലും വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ആശാ വർക്കർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അടക്കം തന്നെ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരികയും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുകയടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്നു, അവർക്കെതിരെ സമരം ചെയ്യുന്നു. കൂടാതെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ പോയി ഇക്കാര്യം അവതരിപ്പിക്കുന്നു. ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ പ്രശ്നം കേന്ദ്രത്തിൽ അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എല്ലാ നാനാ ഭാഗത്തു നിന്നും ആശാ വർക്കർമാർക്ക് പിന്തുണ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്താണെങ്കിൽ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഈ ഒരു സമരത്തെ പൊളിക്കുക എന്നുള്ളൊരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സമര പരിപാടികൾ ഇനി ഏതെല്ലാം തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ നിലവിൽ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ അവരുടെ ആവശ്യമായ ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഓണറേറിയത്തെ 3 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. എന്നാൽ അത് മാത്രമല്ല തങ്ങളുടെ ആവശ്യം ഇനിയും നിരവധിയായിട്ടുള്ള ആവശ്യമുണ്ട്. ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയാക്കി നൽകുക, കൂടാതെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ കഴിഞ്ഞ ദിവസം ഈ ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 24 ദിവസമായി ഈ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കാളിദാസ്. വിനയ, ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ഈ ഒരു സമരത്തെ പൊളിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റൊരു സമരത്തിലൂടെയാണ്. കാരണം CITUവിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരമൊക്കെ ഇപ്പോൾ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായി നടന്നിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. അവരും ഇതേ ആവശ്യങ്ങൾ തന്നെ ഉന്നയിച്ച് തന്നെയാണ് സമരം നടത്തുന്നത്. തീർച്ചയായും ഈ ബദൽ സമരങ്ങൾ വർക്കർമാരുടെ സമരത്തിനെതിരെ ബദൽ സമരങ്ങൾ CITയും മറ്റും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CITയുടെ നേതൃത്വത്തിലടക്കം ഒരു സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാരണം ഈ ആശാ വർക്കർമാരെ അടക്കം അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു സമരമായിരുന്നു CITയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഏത് തരത്തിലും അല്ലെങ്കിൽ ഈ സമരത്തെ ഇത്തരത്തിൽ പൊളിക്കാമെന്നുള്ള രീതികളാണ് സംസ്ഥാന സർക്കാർ നോക്കുന്നത്. എന്നാൽ എത്ര സമരം ചെയ്താലും എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോഴും ആശാ വർക്കർമാർ സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം CITയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നപ്പോഴടക്കം തന്നെ ഈ ആശാ വർക്കർമാർ ഒട്ടും പിന്നോട്ടില്ല എന്നൊരു നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഏത് രീതിയിലാണെങ്കിലും സമരത്തെ പൊളിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ അല്ലെങ്കിൽ സർക്കാർ ഏത് രീതിയിലും സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ അത്രയും ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാരും തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സമര പരിപാടികളും തന്നെയാണ് അടുത്ത ദിവസങ്ങളിലായും എന്തായാലും ആലോചിക്കുന്നതും. കാളിദാസ്. ശരി, അതുതന്നെയാണ്. ആശാ വർക്കർമാർ അവരുടെ അവകാശം നേടിയെടുക്കുന്നത് വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിലും അവർ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും 24 ദിവസമായിരിക്കുന്നു ആ ഒരു സമരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. വിനയ, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വിനയ നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി വരെ ഉയരാം. വിനയ, ഈ ചൂടിങ്ങനെ കൂടുകയാണ്.